ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കായി അഞ്ചാമതായി പുതിയൊരു റേഷൻ കാർഡ് കൂടി വരുന്നു. പുതിയ കാർഡിൻ്റെ നിറവും റേഷൻ വിഹിതവും നിശ്ചയിക്കാനായി സിവിൽ സപ്ലൈസ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കുടുംബങ്ങൾക്ക് പകരം വ്യക്തികൾക്ക് മാത്രമായി അഞ്ചാമതൊരു റേഷൻ കാർഡ് കൂടി കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. സർക്കാരിൻ്റേതല്ലാത്ത വയോജന കേന്ദ്രങ്ങൾ, കന്യാസ്ത്രീ മഠങ്ങൾ, അഗതി മന്ദിരങ്ങൾ, ആശ്രമങ്ങൾ, ധർമാശുപത്രികൾ, ക്ഷേമ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന സന്യസ്തർക്കും അന്തേവാസികൾക്കുമാണ് ഈ ഒരു പുതിയ കാർഡിൻ്റെ ഗുണം ലഭിക്കുക. വ്യക്തികളുടെ ആധാർ കാർഡിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ ഒരു പുതിയ റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യുക. ഇവ മുൻഗണനേതര വിഭാഗമായി മാറ്റി നൽകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ക്ഷേമ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശ്രമങ്ങളിലും മഠങ്ങളിലും ആശുപത്രികളിലും അതുപോലെയുള്ള സ്ഥാപനങ്ങളിലും അന്തേവാസികളായിട്ടുള്ളവർക്കും ഈ ഒരു പുതിയ കാർഡ് ലഭിക്കുകയില്ല. എന്തൊക്കെയാണെങ്കിലും കേരളത്തിലെ വിവിധ അഗതി മന്ദിരങ്ങളിലും അതുപോലെ ഓൾഡ് ഏജ് ഹോമുകളിലും കന്യാസ്ത്രീ മഠങ്ങളിലുമൊക്കെ താമസിക്കുന്ന പാവപ്പെട്ടവരെ സംബന്ധിച്ച് വളരെയധികം ഉപകാരം നൽകുന്ന ഒരു തീരുമാനമാണിത്. നമ്മുടെ സംസ്ഥാനത്ത് മറ്റുള്ളവർക്ക് ലഭിക്കുന്ന എല്ലാവിധ ആനുകൂല്യങ്ങളും ഇത്തരത്തിലുള്ള പുതിയ റേഷൻ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അതിന് അർഹരായവരുടെ കൈകളിൽ എത്തിച്ചേരുന്നതാണ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്